ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കുന്ന 5 ചിത്രങ്ങളുടെ കളക്ഷനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സ്പൈഡർമാൻ, ഉന്മാദം, പ്ലൂട്ടോ, വരവ്, അതുപോലെ ജനനായകൻ. ഇത്രയും ചിത്രങ്ങളുടെ കളക്ഷൻ അപ്ഡേറ്റുകളായിട്ടാണ് വരുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. ആദ്യമായിട്ട് നമുക്ക് പ്ലൂട്ടോയുടെ കണക്കുകളിലേക്കൊന്ന് ചെല്ലാം. സിനിമ റിലീസ് ചെയ്ത് ഇന്ന് 2ാം ദിനമാണ്. ആദ്യ ദിനം സിനിമയ്ക്ക് ഏകദേശം 19 ലക്ഷം രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷൻ വന്നത്. അതായത് ഏകദേശം 25-30 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് ആദ്യ ദിനം നേടാൻ കഴിഞ്ഞു. ഒരു ലോ ബഡ്ജറ്റ് ചിത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വ്യത്യസ്തമായ പ്രമേയം ചർച്ച ചെയ്യുന്നു, മികച്ച പ്രകടനം, ഇതെല്ലാമാണ് സിനിമയെ വിലയിരുത്തുന്നത്. 2ാം ദിനത്തിൽ സിനിമയ്ക്ക് 11,30,000 രൂപയോളം ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഏകദേശം ഇന്നും സിനിമയ്ക്ക് 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് കൂടുതലും ആരാധകർ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. അത്രത്തോളം മികവാണ് സിനിമയ്ക്ക് പറയുന്നത്. ഇന്ന് റിലീസായ ചിത്രമാണ് ഉന്മാദം. ഇതിൽ ഏറ്റവും മികച്ച ഒരു പ്രതികരണം തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ്റെ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന കഥാപാത്രം, ഗംഭീരമായിട്ടുള്ള പ്രകടനം എന്നുള്ളത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ലിജിമോളും കുഞ്ചാക്കോ ബോബനും അതിഗംഭീരമായി പ്രകടനം നടത്തുന്ന ഈ ഒരു സിനിമ മികച്ച ഒരു സ്ക്രിപ്റ്റും അതുതന്നെ ആളുകളെ പിടിച്ചിരുത്തുന്നത് എന്നുള്ളതാണ് കണക്കുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ. ഇന്ന് ഇതുവരെ 688 ഷോകൾ കളിച്ചപ്പോൾ സിനിമയ്ക്ക് 34,000 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ഏകദേശം 60 ലക്ഷം രൂപയോളമാണ് ഇതുവരെ ട്രാക്കിങ്ങിലൂടെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇന്ന് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി 1 കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ 1 കോടിയോളം നേടുമെന്നുള്ളത് ഉറപ്പാക്കപ്പെടുന്നു. എന്താണേലും വേൾഡ് വൈഡായിട്ട് സിനിമ 2.5 കോടിയോളം നേടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. വരും ദിവസങ്ങളിൽ സിനിമ എങ്ങനെയാണ് കയറുന്നത് എന്ന് നമുക്ക് ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അഭിപ്രായത്തിൽ മികച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ചാക്കോച്ചൻ്റെ പ്രകടനത്തെ തന്നെയാണ് ആളുകൾ പറയുന്നത്. എന്തായാലും സ്ഥിരം പോലീസ് വേഷങ്ങളിൽ മിന്നുന്ന ചാക്കോച്ചനെ നമുക്കറിയാം. ഇതൊരു വ്യത്യസ്തത പുലർത്തുന്ന ഗംഭീര ട്വിസ്റ്റോടുള്ള ഒരു ചിത്രം എന്ന് തന്നെയാണ് അഭിപ്രായങ്ങൾ. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഇന്ന് തകർപ്പൻ റെക്കോർഡിലേക്കാണ് കുതിക്കുന്നത്. മഴയും അല്ലെങ്കിൽ അവധി ദിനമോ അല്ലെങ്കിൽ ഏത് വർക്കിംഗ് ഡേ എന്നൊന്നുമില്ല. ആദ്യ ദിനം സിനിമയ്ക്ക് അതിഭീകരമായ കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ നേടാൻ കഴിഞ്ഞത്. സർവ്വ സിനിമകളെയും സൈഡാക്കിക്കൊണ്ട് 1,800ഓളം അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള ഷോകളും 2,50,000 മുകളിലുള്ള ടിക്കറ്റുകളും വിറ്റുപോയ ചിത്രം ട്രാക്കിങ്ങിലൂടെ മാത്രം 5,25,00,000 രൂപ ആദ്യ ദിനത്തിൽ, അതായത് ഇന്നലെ നേടുകയുണ്ടായി. വർക്കിംഗ് ഡേയും കാര്യങ്ങളുമൊക്കെയാണ്. അതായത് 6,15 കോടിക്ക് അടുത്താണ് സിനിമയുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് കൊടൂര തൂക്കിയ ചിത്രം 2ാം ദിനത്തിലും മികച്ച കളക്ഷനോടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇന്നും സിനിമയ്ക്ക് 5 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാക്കുകയാണ്. ശനി ഞായർ ദിനങ്ങളിലൂടെ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 20 കോടി കടക്കുമെന്നുള്ളത് ഉറപ്പാക്കുകയാണ്. എന്തായാലും പ്രീ സെയിലും ഞെട്ടിച്ചിരിക്കുക തന്നെയാണ് സിനിമ. ഇന്നലത്തെ അല്ലെങ്കിൽ ഇന്നത്തെ പ്രീ സെയിൽ വരികയാണെങ്കിൽ 2,48,00,000 രൂപയോളമാണ് വന്നത്. മിനിങ്ങാന്ന്, അതായത് ആദ്യ ദിനത്തെ സിനിമയുടെ വന്നത് 3.5 കോടിക്ക് മുകളിലാണ്. ജനനായകൻ്റെ 9ാം ദിനമാണെന്ന്. ഇനി വരുന്ന ദിനങ്ങളിൽ തീ പാറിക്കുമെന്ന് ഉറപ്പാക്കുകയാണ്. എത്ര വലിയ ചിത്രങ്ങൾ വന്നാലും ജനനായകനെ തൊട്ട് കളിക്കാൻ കഴിയില്ല. 275 കോടി കടന്ന സിനിമ മുന്നോട്ട് പോവുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് 120 കോടിയിലേക്ക് സിനിമ എത്തുന്നു. കർണാടകത്തിൽ നിന്ന് 30 കോടിയും കടക്കുന്നു സിനിമ. തെലുങ്ക്, കേരള സംസ്ഥാനങ്ങളിൽ നിന്ന് സിനിമ 15 കോടിക്ക് മുകളിലും അങ്ങനെ കിടിലം തൂക്ക് തന്നെയാണ് സിനിമ തൂക്കിക്കൊണ്ടിരിക്കുന്നത്. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു വിരുന്ന് തന്നെയാണ്. നമുക്കറിയാം, ദളപതി വിജയ് ഒറ്റ പേര് തന്നെ മതി. ലീക്ഡ് സിനിമ. എന്നിരുന്നാലും സിനിമ പോകുന്നത് ആ റേഞ്ചിൽ തന്നെയാണ്. ഇന്നും കേരള ബോക്സ് ഓഫീസിൽ മികച്ച രീതിയിൽ പോകുന്നു. കഴിഞ്ഞ ദിവസത്തെ വെച്ച് നോക്കുമ്പോൾ ഇടിവ് തന്നെയാണെങ്കിലും നമുക്കറിയാം ശനി ഞായർ ദിനങ്ങളോടെ സിനിമ 300 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ളത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സിനിമ 100 കോടി അടിക്കുമോ എന്ന് ചോദിച്ചവർക്കുള്ള ചോദ്യമാണ്. ഇത് 300 കോടി കടക്കുമെന്നുള്ളത്, 350 കോടിക്ക് മുകളിൽ പോകുമെന്നുള്ളതും ഉറപ്പിക്കാം എന്ന് തന്നെ പറയാം. ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരുപാട് റിലീസുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു 13 ലക്ഷം. ജോജു നായകനായി എത്തിയ ഷാജി കൈലാസ് ചിത്രം ഏകദേശം 15 ദിനങ്ങൾ പിന്നിടുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 6 കോടിക്ക് മുകളിൽ നേടിയ ചിത്രം കർണാടകത്തിൽ നിന്ന് 17 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 7.5 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2.5 ലക്ഷം രൂപയും നേടി. ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രം 6,27,00,000 രൂപ നേടുകയുണ്ടായി. എന്തായാലും വേൾഡ് വൈഡായിട്ട് സിനിമ 8,35 ലക്ഷം രൂപ നേടി എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഇന്ന് 16ാം ദിനത്തിൽ സിനിമയ്ക്ക് 2.5 ലക്ഷം രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത്. അതായത് സിനിമ മുന്നോട്ട് തന്നെ പോകുന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഒപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും പ്രതീക്ഷിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.